അട്ടപ്പാടി സഹിയോൻ മിനിസ്ട്രീസിൽ നിന്ന് ലോകം മുഴുവനുമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കുന്ന ഈ വചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 16-ാം തിരുലിഖിതം. നിങ്ങളെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു, നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു, എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം നമുക്ക് നേരിട്ട് പറയാം. നിങ്ങളെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു, നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു, എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഈ നിമിഷങ്ങളിൽ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ ഒരു ദാസൻ എന്ന നിലയിൽ ഈ അച്ഛൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ സ്വരം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിച്ചാൽ, യേശുക്രിസ്തു നേരിട്ട് നിങ്ങളോട് പ്രസംഗിച്ച അത് നിങ്ങൾ സ്വീകരിച്ചാൽ എങ്ങനെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമോ അതുപോലുള്ള അനുഗ്രഹം സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വൈദികന്റെ ശുശ്രൂഷയെ യേശുക്രിസ്തു നിയോഗിച്ച ഒരു ദാസൻ എന്ന നിലയിൽ സ്വീകരിച്ചാൽ യേശു നേരിട്ട് കുടുംബങ്ങളിൽ ഇടപെടും. ഒരു വ്യക്തിയുടെ അനുഭവം ഇപ്പൊ നമുക്ക് ശ്രദ്ധിക്കാം. എന്റെ പേര് മേഴ്സി. ഞാൻ കലൂർ കതിർക്കടവ് സെന്റ് ഫ്രാൻസിസ് സേവിയർ പള്ളിയുടെ അവകാംഗമാണ്. സേവിയാർ പുണ്യാളന്റെ പള്ളി എന്നാണ് എനിക്കിഷ്ടമായി. ഞാൻ 2008 അഭിഷേകാഗ്നി ധ്യാനത്തിൽ ഇവിടെ പങ്കെടുക്കുകയും എന്നാൽ ഞങ്ങളുടെ വീട് പണിയാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ ഞങ്ങൾ ഒത്തിരി 5-8 വർഷം മുമ്പ് വീട് പണിക്ക് വേണ്ട മണൽ 1995 ആണ്ടിൽ മണല്, കല്ല് ഇതെല്ലാം അടിച്ചവിടെ ഇട്ടിരിക്കുകയാണ്. പണി നീങ്ങണേ ഇല്ല, പണി തുടങ്ങാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ 2008 അഭിഷേകാഗ്നി ധ്യാനത്തിൽ അച്ഛൻ്റെ ഡെലിവറൻസ് പ്രാർത്ഥനയിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞ് വീട് പണിയെല്ലാം തടസ്സപ്പെട്ട് അങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ എന്തെങ്കിലും കൊണ്ടുവന്ന് വെഞ്ചിരിച്ചിട്ടാൽ ആ പണി തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ആ ചരലിൽ നിന്ന് കുറച്ച് മുറ്റത്ത് കിടന്ന മണലിൽ നിന്ന് ഒരുപടി മണൽ വാരി കൊടുന്ന് അന്ന് ആ വെഞ്ചിരിപ്പിന്റെ സമയത്ത് ഈ അമ്മ അങ്ങോട്ട് വെഞ്ചിരിപ്പിച്ച് എന്നിട്ടോ അവിടെ കൊണ്ട് മണലിന്റെ കൂടെ ഇട്ട് പിന്നെ ഞാൻ ദിവസവും ബലിയർപ്പിക്കാൻ പോകുമ്പോ ഈ കാര്യം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് 2008 സെപ്റ്റംബർ 8-ാം തീയതി വീട് പണിയാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ പ്ലാൻ വരച്ചതിലും വിപുലീകരിച്ച് നല്ല രീതിയിൽ പണിയാൻ സാധിച്ചു. മോളിൽ 2 പോർഷനായിട്ട് പണിയാനും നല്ലൊരു വീട് പണിയാൻ ഉദ്ദേശിച്ച ചെറിയൊരു വീട്, പക്ഷെ ദൈവം പണിയാനങ്ങ് തുടങ്ങിയപ്പോ വിസ്തരിച്ചൊരു വീട് അങ്ങോട്ട് പണിത്. എത്ര മാസം കൊണ്ട് തന്നെ പണി തീർന്നു? 8 മാസം കൊണ്ട് വീട് പണി തീരുകയും മോളിൽ 2 വശത്തും നല്ല വാടകക്കാരെ തരികയും ചെയ്തു. 1995 മണല് കല്ല് ഇതൊക്കെ അടിച്ചവിടെ കിടക്കണം തുടങ്ങിയിട്ട് 1 ഇഞ്ച് പണി നീങ്ങിയില്ല. അപ്പോഴാണ് 2008 വർഷങ്ങൾ എത്ര കഴിഞ്ഞിട്ടുണ്ട്. 2008 വെഞ്ചിരിക്കാനുള്ള എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടുവന്ന് വെഞ്ചിരിച്ച് തരുമെന്ന് കേട്ടപ്പോ ഈ അമ്മ മുറ്റത്ത് കടൽ ചരല് കൊണ്ട് ഒരു പിടി ചരല് ഒരു പാത്രത്തിലാക്കി കൊണ്ടുവന്ന് യേശുവേ എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ച് അങ്ങനെ അച്ഛന്മാര് വെഞ്ചിരിച്ചപ്പോ അങ്ങനെ വെഞ്ചിരിച്ചു കൊടുത്ത് വെഞ്ചിരിച്ച സമയത്ത് ദൈവശക്തി നമ്മൾ ആവസിച്ച് ഇത് അവിടെ കൊണ്ടിട്ട് പിന്നെ അധികം താമസമില്ല, പെട്ടെന്ന് നന്നായിട്ട് വീട് പണി തുടങ്ങി. 8 മാസത്തിനുള്ളിൽ പണി പൂർത്തിയായി. അതും വിചാരിച്ചാലും നല്ല വിശാലമായ ഒരു വീട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശുശ്രൂഷയിൽ ഒരച്ഛൻ സംസാരിച്ചപ്പോൾ അത് ശിരസാ വഹിച്ച് വിശ്വസിച്ച് അതേപോലെ കുറച്ച് മണ്ണ് കുറച്ച് ചരല് പ്രാർത്ഥിപ്പിച്ചു കൊണ്ടുപോയിട്ടു. അപ്പൊ തന്നെ യേശുക്രിസ്തുവിന്റെ വലിയ ശക്തി, യേശു തന്റെ വാഗ്ദാനം പൂർത്തിയാക്കി ആ എളിയ മകളുടെ ഭവനത്തിൽ വെളിപ്പെടുത്തി കൊടുത്ത്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്നും പ്രാർത്ഥിക്കാം. നമ്മുടെ അവിശ്വാസത്തിന്റെ പീഡ വിട്ടുപോകണം, നമ്മുടെ ദുർചിന്തകൾ വിട്ടുപോകണം. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോട് മത്സരിക്കുന്ന അരൂപികളുണ്ട്, അത് കൂട്ടത്തോട് ഒഴിഞ്ഞു പോകണം. വലിയ അഭിഷേകം നമ്മുടെ ഉള്ളിലേക്ക് നിറയണം. അതിനുവേണ്ടി ഇപ്പോൾ നമുക്ക് ആഗ്രഹിക്കാം. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. യേശുവേ, അങ്ങയുടെ അഭിഷേകത്തിന്റെ അഗ്നി നിറയ്ക്കണമേ, അങ്ങയുടെ കൃപയുടെ അഗ്നി നിറയ്ക്കണമേ, വിശ്വാസത്തിന്റെ അഗ്നി നിറയ്ക്കണമേ. കൈകൾ ഉയർത്തി എല്ലാ മക്കളും ഒരുമിച്ച് സ്തുതിച്ച് ആരാധിക്കുന്നു. അഗ്നി
ഉന്നതങ്ങളിൽ നിന്നുള്ള അഗ്നി, ശക്തിയുടെ അഭിഷേകം ഇപ്പോൾ നിറയട്ടെ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. അഗ്നി അഗ്നി അഭിഷേകാഗ്നി ചൊരിയുക ആത്മാവിനഗ്നി. കരങ്ങളടിച്ച് അഗ്നി അഭിഷേകാഗ്നി ചൊരിയുക ആത്മാവിനഗ്നി. യേശുവിൽ വളരാൻ തിന്മയെ ജയിക്കാൻ നിറയ്ക്കുക ആത്മാവിനഗ്നി. യേശുവിൽ വളരാൻ തിന്മയെ ജയിക്കാൻ നിറയ്ക്കുക അഭിഷേകാഗ്നി. അഗ്നി അഗ്നി അഭിഷേകാഗ്നി ചൊരിയുക ആത്മാവിനഗ്നി. യേശുവിനാത്മാവേ, പരിശുദ്ധാത്മാവേ, യേശുവിനാത്മാവേ, പരിശുദ്ധാത്മാവേ, സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ, വരദാന ഫലങ്ങൾ നൽകൂ. ഇപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് വർഷിക്കണമേ. ശക്തിയാൽ നിറയ്ക്കൂ, ഞങ്ങൾക്ക് നൽകണമേ. വരദാന ഫലങ്ങൾ നൽകൂ. ഞങ്ങളെ ഉപേക്ഷിക്കരുതേ. ഓ പരിശുദ്ധാത്മാവേ, ഈ എളിയ സമൂഹത്തിലേക്ക് വരണമേ. തകർന്ന ഹൃദയത്തിലേക്ക് വരണമേ. വേദനിക്കുന്ന അവസ്ഥകളിലേക്ക് വരണമേ. പ്രാർത്ഥിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരണമേ. വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരണമേ. എതിർപ്പ് നിറഞ്ഞ അവസ്ഥയിലേക്ക് വരണമേ. ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരണമേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. പാപാന്തകാരം നീക്കിടുവാൻ വിശുദ്ധിതൻ വെണ്മയ നിറയാൻ. കൈകളടിച്ച് പാപാന്തകാരം നീക്കിടുവാൻ വിശുദ്ധിതൻ വെണ്മയ നിറയാൻ. പരിശുദ്ധാത്മാവേ, വീണ്ടും ചൊരിയുക തീനാളങ്ങൾ, വീണ്ടും നിറയ്ക്കുക വരദാനങ്ങൾ. വീണ്ടും ചൊരിയുക തീനാളങ്ങൾ, വീണ്ടും നിറയ്ക്കുക വരദാനങ്ങൾ. ഇന്നീ കൂട്ടായ്മയിൽ, ഇന്നീ കൂട്ടായ്മയിൽ കൈകൾ ഉയർത്തി കൈയടിച്ച് യേശുവിനാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, ഹോളി സ്പിരിറ്റ്, ആത്മാവേ, സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ, വരദാന ഫലങ്ങൾ നൽകൂ. സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ, നിറയ്ക്കണമേ. വരദാന ഫലങ്ങൾ ഇപ്പോൾ ഇടപെടണമേ. പരിശുദ്ധാത്മാവേ, യേശുവിനാത്മാവേ, ഹോളി ഫയർ, ആത്മാവേ, ഫയർ ഫയർ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയണമേ. സ്വർഗീയ ശക്തിയാൽ വ്യാപിക്കണമേ. വരദാന പൊതിയണമേ. നൽകൂ. നിറയണമേ. സ്വർഗീയ ശക്തിയാൽ ഹൃദയങ്ങളെ ഉണർത്തണമേ. വരദാന ഫലങ്ങൾ ജീവൻ പകരണമേ. സൗഖ്യം പകരണമേ. ഉണർവ് പകരണമേ. വിശുദ്ധി പകരണമേ. വിശ്വാസം നിറയ്ക്കണമേ. ഹൃദയത്തുറവി നൽകണമേ. എളിമ നൽകണമേ. വചനങ്ങൾക്ക് വിറയ്ക്കുന്ന അനുഭവങ്ങൾ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഇരു കരങ്ങൾ ഉയർത്തി വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. യേശുവിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഓ മൈറ്റി അനോയിന്റിംഗ്. യേശുവിനാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ, എല്ലാ മക്കളിലേക്ക് വരണമേ. ഫലങ്ങൾ നൽകൂ. എളിയ മക്കളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. ശക്തിയാൽ നിറയ്ക്കൂ, വരദാന ഫലങ്ങൾ നൽകൂ. വരദാന ഫലങ്ങൾ നൽകൂ. വരദാന ഫലങ്ങൾ നൽകൂ. പരിശുദ്ധാത്മാവേ, 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 വചനം കേൾക്കാൻ ഹൃദയം തുറക്കണമേ. കുടുംബങ്ങളെ അവിടുന്ന് ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ.
ജീവിതങ്ങളെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. ഇപ്പോൾ ഒരു തുറവി നൽകണമേ. സാത്താൻ കെട്ടിയിരിക്കുന്ന ആത്മാക്കൾ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. മന്ദത വിട്ടുമാറിപ്പോകട്ടെ. മരവിപ്പ് വിട്ടുമാറിപ്പോകട്ടെ. എതിർചിന്തകൾ വിട്ടുമാറിപ്പോകട്ടെ. വചനത്തോട് തുറവി ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവോട് തുറവി ഉണ്ടാകട്ടെ. ഇന്ന് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈ ഒരു ശുശ്രൂഷയിൽ ദൈവം ഇടപെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. വർഷങ്ങളായുള്ള തെറ്റിദ്ധാരണകൾ മാറിപ്പോകട്ടെ. ആ പാപാന്തകാരം നീങ്ങി പോകട്ടെ. വിശുദ്ധി നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് തിരുസഭയിൽ പുരോഹിതരുടെ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ദൈവജനത്തിന് ലഭിക്കുന്ന വലിയ അത്ഭുതങ്ങളെ കുറിച്ചാണ്. പുരോഹിതരുടെ ശുശ്രൂഷകളോടനുബന്ധിച്ച്, പൗരോഹിത്യ ശുശ്രൂഷകളോടനുബന്ധിച്ച് പല ശുശ്രൂഷകളും ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. കുരിശിന്റെ ആശീർവാദം, ധൂപാർപ്പണം, വെഞ്ചിരിപ്പ്, തല തൊട്ടുള്ള പ്രാർത്ഥന, മറ്റ് കൂദാശകളുടെ പരികർമ്മങ്ങൾ, ബലിയർപ്പണം, ഇങ്ങനെ ഒരുപാട് ശുശ്രൂഷകൾ പൗരോഹിത്യത്തോട് ബന്ധപ്പെട്ട് ദൈവം അല്ലെങ്കിൽ സഭ, ദൈവത്തിന്റെ സഭ വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകരുടെ ജീവിതങ്ങളിൽ പിശാച് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വിതച്ച് വൈദികരിൽ നിന്ന് അകന്ന് ഇങ്ങനെയുള്ള ശുശ്രൂഷകളിൽ അവിശ്വാസമുണ്ടായി ജനം അനുഗ്രഹം പ്രാപിക്കാതിരിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വൈദികർക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് കർത്താവിന്റെ നാമത്തിൽ കർത്താവിന്റെ ജനത്തെ ആശീർവദിക്കാനുള്ള അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിയമാവർത്തന പുസ്തകത്തിൽ 10-ാം അധ്യായം അതിൽ 8-ാമത്തെ തിരുലിഖിതം, അവിടെ വചനത്തിൽ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? അവിടുത്തെ സന്നിധിയിൽ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യാനും അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കാനുമായി ലേവിയുടെ ഗോത്രത്തെ കർത്താവ് വേർതിരിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാനും അവിടുത്തെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിക്കാനും അവിടുത്തെ നാമത്തിൽ കർത്താവിന് വേണ്ടി വേർതിരിച്ച് നിൽക്കാനും ഒക്കെ ഒരുപാട് ബ്ലെസ്സിങ്സ് പൗരോഹിത്യത്തോട് ചേർത്ത് ദൈവം വെച്ചിരിക്കുകയാണ്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അനുഗ്രഹമാണ് അവിടുത്തെ നാമത്തിൽ അവിടുത്തെ ജനത്തെ ആശീർവദിക്കാനുള്ള അധികാരം. പൗരോഹിത്യത്തോട് ദൈവം ചേർത്ത് വെച്ചിരിക്കുന്ന അഭിഷേകങ്ങളിൽ പ്രധാനപ്പെട്ടൊരു അഭിഷേകമാണ് ദൈവജനത്തെ അനുഗ്രഹിക്കാനുള്ള അഭിഷേകം, ദേശത്തെ അനുഗ്രഹിക്കാനുള്ള അഭിഷേകം, കുടുംബങ്ങളെ അനുഗ്രഹിക്കാനുള്ള അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ അനുഗ്രഹിച്ചാൽ എന്താണ് ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന അനുഗ്രഹം? അത് സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായം 27-ാം വാക്യത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? നിങ്ങൾ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അച്ഛൻ ഒരു കാര്യത്തെ ബ്ലെസ് ചെയ്യുമ്പോ ദൈവം അപ്പം തന്നെ ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് നമ്മുടെ വിശ്വാസം പോലെ കുടുംബത്തിൽ സംഭവിക്കും. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അതിരമ്പുഴയിൽ നിന്ന് വരുന്നു. ആനി അതിരമ്പുഴയിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ കാരിസ് ഭവനിലെ കൺവെൻഷനിൽ വെച്ച് പലരും ഇങ്ങനെ അച്ഛൻ വഞ്ചരിച്ചു കൊടുത്ത മണ്ണിട്ടപ്പോൾ തെങ്ങിന് കായ ഉണ്ടായി എന്ന് പറഞ്ഞു. അതിരമ്പുഴയിലെ കൺവെൻഷനില് പല ആളുകൾ ഇങ്ങനെ സാക്ഷി പറയുന്നത് അമ്മച്ചിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇങ്ങനെ വെഞ്ചിരിച്ച ഉപ്പ്, വെഞ്ചിരിച്ച എണ്ണ, വെഞ്ചിരിച്ച മണ്ണ്, അതായത് കത്തോലിക്ക സഭയിലുള്ള ഒരു ചെറിയ ശുശ്രൂഷ. ഇങ്ങനെ കൂദാശകൾ എന്ന് പറഞ്ഞ വലിയ വലിയ ശുശ്രൂഷയുണ്ട്. ഇതങ്ങനെയല്ല, ഇതൊരു ചെറിയ ഒരു കൂദാശ പോലെ അത്രയും പ്രധാനപ്പെട്ടതല്ല, ഒരു ചെറിയ പ്രാർത്ഥന ശുശ്രൂഷയാണ് വെഞ്ചിരിപ്പ്. മോട്ടോർ സൈക്കിൾ വാങ്ങിച്ച വെഞ്ചിരിക്കും, വീട് വാങ്ങിച്ച വെഞ്ചിരിക്കണം, അങ്ങനെ നമ്മൾ ഓരോ സംഗതി വെഞ്ചിരിക്കുന്നില്ലേ, അങ്ങനെ വെഞ്ചിരിപ്പ്, തിരുസ്വരൂപങ്ങളൊക്കെ വെഞ്ചിരിക്കുന്നു. അപ്പൊ ഈ വെഞ്ചിരിച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോ തൊട്ട് വലിയ അത്ഭുതങ്ങൾ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്നത് അമ്മച്ചി ശ്രദ്ധിച്ചു. ഉടനെ അമ്മച്ചി എന്ത് ചെയ്തു?
ഞാനും കുറച്ച് മണ്ണ് കൊണ്ടുപോയി വെഞ്ചരിച്ച് കൊണ്ടുവന്ന് ഞങ്ങളുടെ കുറെ വർഷങ്ങളായി, ഒരു 10-20 വർഷമായി പ്രായമുള്ള തെങ്ങിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി. കായുള്ളത് എങ്ങനെയാണോ കായ് ഇല്ലാത്തത്? കായില്ലാത്തത് അത് പറ. അതുവരെ കായ് ഇല്ലായിട്ടുണ്ടായില്ല. 20 വർഷമായിട്ട് തെങ്ങ് കായ്ക്കാതെ എങ്ങനെ നിൽക്കുകയാണ്? എന്തോ ആലോചിച്ച് നിൽക്കുകയാണ്. അങ്ങനെ കായ്ക്കണോ വേണ്ടേ കായ്ക്കണോ വേണ്ടേ ഇതുവരെ തീരുമാനമായില്ല. അങ്ങനെ തെങ്ങ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അമ്മച്ചി ഒരു പ്രയോഗം പ്രയോഗിച്ച്. അമ്മച്ചി എന്താ ചെയ്തത്? ഈ വെഞ്ചരിച്ച മണ്ണ് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ഇട്ട് എന്നിട്ട് ഇപ്പൊ തേങ്ങ ഉണ്ടായിട്ടുണ്ട്. തുരുതുരാന്ന് തേങ്ങ. ആ മണ്ണങ്ങോട്ട് ഇട്ടു. തെങ്ങിന് പിന്നെ ഇരിക്കപ്പുറതിയില്ല. അത് എവിടെയാ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? നമ്മളെ വെഞ്ചരിച്ചാൽ കർത്താവ് പോയി തെങ്ങിനോട് പറയും, തെങ്ങേ മര്യാദയ്ക്ക് തേങ്ങ കൊടുക്ക് എന്ന് കർത്താവ് തെങ്ങിനോട് പറയും. ഇത് എവിടെയാ പറഞ്ഞിരിക്കുന്നത്? എസെക്കിയേൽ പ്രവചനത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ഒരാള് ദൈവവചനം കേട്ട് കുമ്പസാരിച്ച് പാപപേക്ഷിച്ച് എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങളുടെ കൃഷിയിടത്തിൽ വന്ന് ഫലവൃക്ഷങ്ങളോട് കൽപ്പിക്കും, മര്യാദയ്ക്ക് കായ കൊടുക്കാൻ പറയും. നമ്മൾ ഇടുന്ന ബോഡോ മിശ്രിതം കൊണ്ടല്ല പലതും കായ്ക്കുന്നത്. പള്ളി കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് മനസ്സിലാക്കണം. ഇടത്തോട് പലതോട് നന്നായിട്ട് നാടി നന്നായിട്ട് കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എസെക്കിയേൽ പ്രവചനത്തിൽ 36-ാം അധ്യായം 30-ാം തിരുലിഖിതം, പട്ടിണി മൂലമുള്ള അപകീർത്തി ഇനി ഒരിക്കലും നിങ്ങൾ ജനതകളുടെ ഇടയിൽ സഹിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ വൃക്ഷങ്ങളുടെ ഫലങ്ങളും വയലുകളിലെ വിളവുകളും സമൃദ്ധമാക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ വൃക്ഷങ്ങളുടെ ഫലങ്ങളും വയലുകളിലെ വിളവുകളും സമൃദ്ധമാക്കും എന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും എസെക്കിയേൽ 36:29 പഠിപ്പിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ കൃഷിയിടത്തിലേക്ക് വന്ന്, ഞാൻ നിങ്ങളുടെ ഫാക്ടറിയിലേക്ക് വന്ന്, ഞാൻ നിങ്ങളുടെ പറമ്പിലേക്ക് വന്ന്, നിങ്ങളുടെ വരുമാന മാർഗങ്ങളിലേക്ക് വന്ന്, ഞാൻ വന്ന് ധാന്യങ്ങൾ സമൃദ്ധമായി ഉണ്ടാകാൻ കൽപ്പിക്കും. നിങ്ങളുടെ ഇടയിൽ ഇനിമേൽ ഞാൻ പട്ടിണി വരുത്തുകയില്ല. അപ്പൊ നമ്മുടെ കൃഷിയിടങ്ങളിൽ വന്ന് ആ കൃഷികളോട് കൽപ്പിക്കുന്ന കർത്താവുണ്ട്. നമ്മുടെ പഠിക്കാൻ ബുദ്ധിയില്ലാത്ത കുട്ടികളാണെങ്കിൽ ആ ബുദ്ധി തെളിയട്ടെ എന്ന് കൽപ്പിക്കുന്നൊരു കർത്താവുണ്ട്. ധാന്യങ്ങൾ അല്ലെങ്കിൽ പശു പാല് തരാത്തൊരവസ്ഥയാണെങ്കിൽ ആ പശുവിന് ധാരാളം പാല് കൊടുക്ക് എന്ന് പറയുന്നൊരു കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വൈദികൻ വെഞ്ചരിക്കുമ്പോൾ, ഒരു വൈദികൻ ആശീർവദിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മുടെ വേദനകളിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളത് ദൈവവചനപ്രകാരമായ ഒരു സത്യം തന്നെ. യെശയ്യാ 44:26 നാം കാണുന്നത് എങ്ങനെയാണ്? അവിടുന്ന് തന്റെ ദാസന്മാരുടെ വാക്ക് നടപ്പാക്കുകയും തന്റെ ദൂതന്മാരുടെ ഉപദേശം നിവർത്തിക്കുകയും ചെയ്യും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. അവിശ്വാസം, ആത്മീയ പ്രത്യേകിച്ച് വൈദികരുടെ ശുശ്രൂഷകളിൽ പങ്കെടുക്കാനുള്ള വൈമുഖ്യം, അതിന് താല്പര്യമില്ലായ്മ, അകൽച്ച, ഇതെല്ലാം മാറി ദൈവമേ ഒരു ഹൃദയത്തുറവി നൽകണമേ. 2 കരങ്ങൾ ഉയർത്തി ദൈവമേ പരിശുദ്ധാത്മാവിനെ അയച്ച് ആ വെഞ്ചിരിപ്പ് ശുശ്രൂഷകൾ, പൗരോഹിത്യത്തിന്റെ ആശീർവാദങ്ങൾ ഇതെല്ലാം സ്വീകരിക്കുമ്പോൾ വിശ്വാസത്തോടെ സ്വീകരിക്കാൻ ഒരു അനുഗ്രഹം തരണമേ. ഹൃദയം തുറക്കണമേ, അവിശ്വാസം പരിഹരിക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ യേശുവിന്റെ ആത്മാവേ, എന്നെ അഭിഷേകം ചെയ്യണമേ, എന്റെ ഹൃദയം തുറക്കണമേ, എനിക്ക് ജ്ഞാനം തരണമേ. കൈകൾ ഉയർത്തി ഉറക്കെ പ്രാർത്ഥിക്കുന്നു. യേശുവിനാത്മാവേ, പരിശുദ്ധാത്മാവേ, യേശുവേ, യേശുവിനാത്മാവേ, പരിശുദ്ധാത്മാവേ, സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ, നൽകണമേ, വരദാന ഫലങ്ങൾ അഭിഷേകങ്ങൾ നൽകണമേ, സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ, പരിശുദ്ധാത്മാവേ, വരദാന ഫലങ്ങൾ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാന ഫലങ്ങൾ നൽകൂ, വരദാന പരിശുദ്ധാത്മാവേ.